നമ്മൾ ഒരു ദിവസം എന്ത് കഴിക്കണം, അത് എങ്ങനെ കഴിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. തീർച്ചയായിട്ടും സമീകൃത ആഹാരം അതെങ്ങനെ വേണം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ ഒരു വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും സമീകൃത ആഹാരമാണോ കഴിക്കുന്നത്, എല്ലാം അടങ്ങിയ അതിനെക്കുറിച്ചാണ്. എന്താണ് സമീകൃത ആഹാരം, എന്താണ് കഴിക്കേണ്ടത്, എങ്ങനെ കഴിക്കണം, എത്രമാത്രം ഉൾപ്പെടുത്തണം, ഈ കാര്യങ്ങളൊക്കെ നമുക്കിന്നറിയാം. ഡോക്ടർ സൗമ്യ സരിൻ സംസാരിക്കുന്നു. ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണശീലം നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. ഇന്ന് നമ്മൾ കാണുന്ന പല രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന രോഗങ്ങൾക്കെല്ലാം കാരണം നമ്മുടെ തെറ്റായിട്ടുള്ള ശീലങ്ങളും അതിൽ തന്നെ പ്രധാനമായിട്ടും നമ്മുടെ തെറ്റായ ഭക്ഷണശീലങ്ങളുമാണ്. നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ആഹാരം സമീകൃതമായിരിക്കണം, അതായത് ബാലൻസ്ഡ് ആയിരിക്കണം. എന്താണ് സമീകൃത ആഹാരം? ഒരു കൃത്യമായ അളവിൽ വേണ്ട എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെയാണ് സമീകൃത ആഹാരം അഥവാ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ട് 7 ഘടകങ്ങളാണുള്ളത്. കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം, പ്രോട്ടീൻ അഥവാ മാംസ്യം, ഫാറ്റ് അഥവാ കൊഴുപ്പ്, വൈറ്റമിനുകൾ, മിനറലുകൾ അഥവാ ധാതുലവണങ്ങൾ, ഫൈബർ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ, വെള്ളം. ഇത്രയും പദാർത്ഥങ്ങൾ കൃത്യമായ അളവിൽ, അതാണ് പ്രധാനപ്പെട്ടത്, ഇതെല്ലാം അടങ്ങണം, കൃത്യമായ അളവിൽ അടങ്ങിയിരിക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഒരു ദിവസം മാത്രമല്ല നമ്മൾ ഓരോ നേരത്തെ ഭക്ഷണവും കഴിക്കേണ്ടത്. ഇത് കൃത്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് കാണുന്ന പല രോഗങ്ങളും, ജീവിതശൈലി രോഗങ്ങൾ അടക്കമുള്ള പ്രമേഹം, BP, കൊളസ്ട്രോൾ, പൊണ്ണത്തടി, ഇതെല്ലാം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതാണ് സമീകൃത ആഹാരം. ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. ഒരു ദിവസം എത്രമാത്രം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം നമ്മുടെ ഭക്ഷണക്രമത്തിൽ എന്ന കാര്യമാണ് ഇന്ന് ഡോക്ടർ പറഞ്ഞത്. നമ്മുടെ ഡോക്ടർ സൗമ്യ സരൻ ഉണ്ടല്ലോ, ഇപ്പൊ നമുക്ക് കുറച്ച് നാളുകളായി ടിപ്സ് ഒക്കെ തരുന്നുണ്ട്. ഇപ്പൊ ഡോക്ടറിന്റെ ഡോക്ടറിന്റെ ഒരു പുസ്തകം പുറത്തിറങ്ങുന്നുണ്ടെന്നുള്ളതാണ്. കുട്ടികളുടെ ആരോഗ്യം, വളർച്ച, ഭക്ഷണം, അങ്ങനെ കുട്ടികളുടെ എന്തൊക്കെ ആരോഗ്യപരമായ കാര്യങ്ങൾ അറിയണോ അതെല്ലാം ഡോക്ടർ ആ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ പുസ്തകമാണ് ഡോക്ടറുടേത്. ഡോക്ടറെ ഞങ്ങളുടെ കുട്ടി ഓക്കെ ആണോ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഈ ഓഗസ്റ്റ് 3, അടുത്ത മാസം 3-ാം തീയതി കൊച്ചിയിൽ വെച്ചാണ് ഈ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ആശംസകളും നമുക്ക് നേരാം, അല്ലേ ഡോക്ടർ?